തോന്നിയേക്കാം. പക്ഷേ നാം അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കഥ വളരെ ഭയാനകമാണ്. മലപ്പുറം ജില്ലയിലെ കുടുംബ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസുള്ളത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. അതും പല കേസുകളുടെയും അടിത്തറയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ചില്ലറ പ്രശ്നമാണ്. പ്രശ്നം വെറുതെ ആവശ്യമില്ലാതെ വലുതാക്കി പാടില്ല സഹോദരിമാരെ. ഇസ്ലാമിന്റെ സ്വഭാവം 3 ദിവസത്തിലധികം ഒരു മനുഷ്യരും പരസ്പരം മുസ്ലിമാണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ പാടില്ല എന്ന പ്രാഥമികമായ തത്വം പഠിച്ചവരാണ് നാം. പിന്നെ എങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കുന്ന, ഒരുമിച്ചുറങ്ങുന്ന, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബത്തിലെ ആണിനും പെണ്ണിനും എങ്ങനെ മാറിയിരിക്കാൻ സാധിക്കും? പാടില്ല. നാം അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇവിടെ നാം അറിയണം, ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് ഞാനെന്തിന് തയ്യാറാകണം എന്നൊരു പക്ഷേ ചില സ്ത്രീകളുടെയെങ്കിലും മനസ്സിൽ പൊന്തി വരുന്ന ഒരു വികാരമുണ്ടാകാം. വിനയത്തോടുകൂടി ഞാൻ ആമുഖമായി പറഞ്ഞത് ഒന്നുകൂടി പറയട്ടെ. ഞാനൊരു പുരുഷപക്ഷ വായനക്കാരനായി എന്നെ നിങ്ങൾ ചിത്രീകരിക്കരുത്. മറിച്ച് എന്തിനെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ രൂപത്തിലുള്ള വിനയമുള്ള ജീവിതം എന്തിന് ഞാൻ കാണിക്കണം എന്ന് ഏതെങ്കിലും സ്ത്രീയുടെ മനസ്സിലൊരു ചോദ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം, ഇതിൻ്റെ ഒന്നാമത്തെ ഉപകാരം സ്ത്രീകൾക്ക് തന്നെയാണ്, പുരുഷനല്ല എന്നതാണ്. സ്ത്രീകൾക്ക് തന്നെയാണ് ഉപകാരം, ഒരു സംശയവുമില്ല. കാരണം കുടുംബജീവിതത്തിലെ സമാധാനാന്തരീക്ഷം നശിച്ചാൽ അവസാനം പ്രയാസപ്പെടുന്നത് സ്ത്രീ തന്നെയാണ്. പുരുഷൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകും, പലതും ചെയ്യും, എന്തും ചെയ്യും. അതൊക്കെ ശരിയാണ് എന്ന ധാരണയിലോ സിദ്ധാന്തത്തിലോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ പുരുഷൻ ഇങ്ങനെയൊക്കെ ചെയ്യാം, എന്നാൽ സ്ത്രീയോ ഏകാഗിയായിരുന്ന് കരയേണ്ട ഒരു ദുർഗതി വരാതിരിക്കാൻ, അങ്ങനെ ഒരു പ്രയാസം വരാതിരിക്കാൻ ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കണം എന്ന് മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം, ഇസ്നാനി ലാ തുജാവിസു സലാത്തഹുമാ റൂസഹുമാ. 2 വിഭാഗം ആളുകൾ അവരുടെ നമസ്കാരം അവരുടെ തലക്ക് മുകളിലേക്ക് പോവുകയില്ല, അഥവാ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. സ്വലാത്ത് എന്നാണ് പറഞ്ഞത്, നമസ്കാരമാണ്. അറിയണം, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഇബാദത്ത്, ആ ഇബാദത്ത് അള്ളാഹുവിലേക്ക് ഉയർത്തണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, 2 വിഭാഗം ആളുകളുടേത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. ഒന്നാമത്തേത് യജമാനിൽ നിന്ന് തെറ്റിപ്പോയ അടിമ, ഇന്നതില്ലല്ലോ. രണ്ടാമത്തേത് ഇംറഅത്തുൻ അസത് സൗജഹാ ഹത്താ തർജിഅ, ഭർത്താവിനോട് ധിക്കാരം കാണിച്ച് പിണങ്ങിപ്പോയ ഭാര്യ, അവൾ തിരിച്ചു വരുന്നത് വരെ അവളുടെ നമസ്കാരം അള്ളാഹുവിലേക്ക് എത്തുകയില്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഗൗരവമുള്ള ഒരു വിഷയം. ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതം ചില്ലറ സംഗതിയല്ല. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഗൗരവമായ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇബാദത്തുകളുമായി ബന്ധപ്പെടുത്തി അതിനെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു നിസ്സാര കാര്യമാണ്, ഒരു വിഷയമല്ല. ഇന്ന് കെട്ടുക നാളെ തീർക്കുക എന്ന പോലെയാണ് ഇസ്ലാം, അങ്ങനെയാണ് എന്നൊക്കെ പറയുമെങ്കിൽ ഇത്ര ഗുരുതരമായി ഗൗരവമായി ഈ വിഷയം ഇബാദത്തുകളുമായി ബന്ധപ്പെടുത്തി പറയേണ്ട ആവശ്യമുണ്ടാവുകയുമായിരുന്നില്ല. അതുകൊണ്ട് നാം അത് പ്രത്യേകമായി മനസ്സിലാക്കണം. ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് ഈ വിഷയം ഒരുപാട് തവണ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. സ്വർഗ്ഗത്തിലെ ഹൂറുൽ ഐനുകളുടെ സംസാരം നബി തിരുമേനി പറഞ്ഞു എന്നത്, ലാ തുഅ്ദി ഇംറാത്തുൻ സൗജഹാ ഫിദ് ദുനിയാ ഇല്ലാ ഖാലത് സൗജതുഹു മിനൽ ഹൂറുൽ ഐൻ ലാ തുഅ്ദീഹി ഖാതലകല്ലാഹ്. സ്വർഗ്ഗത്തിൽ നിന്ന് ഹൂറുൽ ഐനുകൾ സംസാരിക്കും. എപ്പോഴെന്നോ, ലാ തുഅ്ദി ഇംറാത്തുൻ സൗജഹാ, ഒരു പെണ്ണും ഒരു സഹോദരിയും അവളുടെ ഭർത്താവിനെ ഉപദ്രവിക്കരുത്. ഫിദ് ദുനിയാ, ദുനിയാവിൽ ഉപദ്രവിക്കരുത്. ഇല്ലാ ഖാലത് സൗജതുഹു മിനൽ ഹൂറുൽ ഐൻ, അങ്ങനെ ഉപദ്രവിച്ചാൽ സ്വർഗ്ഗത്തിൽ അവന് ഹൂറുകളാകേണ്ട, അവന് ഇണകളാകേണ്ട സഹോദരിമാർ പറയുമത്രേ, ലാ തുഅ്ദീഹി ഖാതലകല്ലാഹ്, അവനെ നീ ഉപദ്രവിക്കരുത്, അല്ലാഹു നിന്നെ ശപിക്കട്ടെ. ഇന്നമാ ഹുവ ഇൻദക ദഖീൽ, പെണ്ണെ അറിയണം, അവൾ നിന്റെ അടുത്ത് ഒരു വിരുന്നുകാരൻ മാത്രമാണ്. യൂഷികു അൻ യുഫാരിഖ ഇലൈനാ, യൂഷികു അൻ യുഫാരിഖകി ഇലൈനാ, അവൻ നിന്നിൽ നിന്ന് വേർപെട്ട് വരേണ്ടത് ഞങ്ങളിലേക്കാണ്, അതുകൊണ്ട് അവനെ ഉപദ്രവിക്കരുത് എന്ന് ഹൂറുൽ ഐനുകൾ വിളിച്ചു പറയുമെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. വിഷയം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ളതാണ് എന്നർത്ഥം.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ കാര്യം മനസ്സിലാക്കുക. ഇതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു വിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ നാം നേടിയെടുക്കേണ്ടത്. ഇത് സമൂഹത്തിനും മൊത്തത്തിൽ രാജ്യത്തിനും ഗുണപ്രദമാകുന്ന ഒരു സംഗതി എന്ന നിലക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ജീവിതത്തിലെ, കുടുംബത്തിലെ, വീട്ടിലെ സമാധാനമുണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന നിലക്കാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഭൗതികമായി മനുഷ്യനേറെ ചിന്തിക്കുന്ന കാലമാണ്. ഉപഭോഗ സംസ്കാരത്തിൻ്റെ കാലം. വസ്ത്രത്തിലും ആഭരണങ്ങളിലും ശക്തമായ ഭ്രമം സമൂഹത്തിന് വന്നു കഴിഞ്ഞിട്ടുള്ള കാലം. ഓരോരുത്തരും, ഓരോ സഹോദരിമാരും മനസ്സിലാക്കേണ്ടത്, ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ, ജീവിതമെന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടുകാരന്, നമ്മുടെ ഭർത്താവിന് സാധിക്കുന്നതായിരിക്കണം നാം കൽപ്പിക്കേണ്ടത്, നാം പറയേണ്ടത്, നാം ആവശ്യപ്പെടേണ്ടത്. സ്വർണമായാലും ആഭരണങ്ങളായാലും യാത്രകളായാലും വിനോദ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളായാലും വസ്ത്രങ്ങളായാലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈലുൽ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വൈലുൻ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ, രണ്ട് ചുവന്ന സാധനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് നാശം, സ്ത്രീകൾക്ക് നാശം എന്ന് വിളിച്ചു പറഞ്ഞു. അത് സ്ത്രീകൾ ഉപയോഗിക്കരുത് എന്ന നിലക്കല്ല പറഞ്ഞത്, മറിച്ച് അധികമായ ഉപയോഗം അതിനുണ്ടാകരുത് എന്ന നിലക്കാണ് ഇത് വിശദീകരിച്ചത്. ഒന്ന് അദ്ദഹബു, സ്വർണമാണ്. സ്വർണം സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സൗന്ദര്യത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചത് തന്നെയാണ്. പക്ഷേ ഒരിക്കലും അത് അമിതമായി പോകരുത് എന്നാണ് അതിൻ്റെ വിവക്ഷ. രണ്ടാമത്തേത് വൽ മുഅസ്ഫർ, പട്ടാണ്. പട്ടും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്, ആകാം സ്ത്രീക്കത് സൗന്ദര്യത്തിന് വേണ്ടി, പക്ഷേ അധികമായി പോകരുത്. അധികമാകുന്നത് ആപത്താണ്, നാശമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയും നിയന്ത്രിക്കാനും ഉണ്ടാക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമെന്ന നിലക്കാണ് നാം മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടത്. വിശാലമായ കാര്യമാണ്. 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനേകം ഇണകളുടെ കൂടെ ജീവിച്ച് പഠിപ്പിച്ചു തന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല, ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശാലമായ ജീവിതത്തിൻ്റെ എല്ലാ ചെറിയ ദിക്കുകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്തൊക്കെ കടന്നുപോയത്. പറയേണ്ടതും വിശദീകരിക്കേണ്ടതുമായ ഒരു കാര്യപാഠങ്ങൾ ആ രംഗത്തുണ്ട്. അവയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ വിശദീകരിക്കേണ്ട അർത്ഥഗർഭമുള്ള ഒരു ഭാഗമാണ് ജീവിതത്തിലും കുടുംബത്തിലും നാം മാതാപിതാക്കളുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധം. പലപ്പോഴും മനുഷ്യ സമൂഹത്തിൽ ഇത് വല്ലാതെ അവസാനിക്കുകയോ അല്ലെങ്കിൽ അശ്രദ്ധമായി പോവുകയോ ചെയ്ത രംഗമായി മാറിയിരിക്കുന്നു. വീടും കുടുംബവും വിശ്വാസവുമൊക്കെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, പ്രായമായി നിൽക്കുന്ന, പ്രയാസം പേറി നിൽക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കൾക്ക് സമയമില്ലാത്ത വിധം, മക്കൾക്ക് സാധിക്കാത്ത വിധം നാം, പ്രത്യേകിച്ച് സമൂഹം അധപതിച്ചു പോയി എന്നത് വല്ലാത്ത ഒരവസ്ഥയാണ്. ഇവിടെ നമുക്കറിയാം, സ്നേഹിതന്മാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ വിളിക്കുത്തരം നൽകാൻ ഇഷ്ടപ്പെടുന്നവർ പലപ്പോഴും സ്വന്തം മാതാപിതാക്കളുടെ വിളിയോ അവരുടെ ആവശ്യമോ കേൾക്കാൻ ഇഷ്ടപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്ന ദുരവസ്ഥ നമ്മുടെ വീടുകളെയും നമ്മുടെ സമൂഹത്തെയും വല്ലാതെ ബാധിച്ചിരിക്കുന്നു. നാം ആലോചിക്കണം, ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട ശക്തമായ ബന്ധമാണ്. എപ്രകാരമായിരിക്കണം ആ ബന്ധത്തിൻ്റെ ശക്തി എന്ന് നാം മനസ്സിലാക്കുക. സൈനുൽ ആബ്ദീൻ റളിയല്ലാഹു അൻഹു മഹാനായ താബിഈയാണ്. അദ്ദേഹം ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. ഉമ്മയോട് വല്ലാത്ത ഇഷ്ടമുള്ള ആളായിരുന്നു. ഉമ്മയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. സ്നേഹിക്കണമെന്ന് പഠിക്കുകയും ചെയ്തവനാണ്. പക്ഷേ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കൂല. എന്താ, ഇന്നൊക്കെ കുട്ടികൾക്ക് ഉമ്മയുടെയോ ഉപ്പയുടെയോ കൂടെ ഭക്ഷണം കഴിക്കാൻ മടിയാണ്. എന്താ കാരണം പറയുക? അവരുടെ കൈ വൃത്തിയുണ്ടാവില്ല, അവർ പാത്രം കഴുകിയിട്ടുണ്ടാവില്ല, അവരൊരു സംസ്കാരമില്ലാത്തവരാണ് എന്നൊക്കെ കാരണം പറയും. നമ്മൾ മനസ്സിലാക്കണം, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഉമ്മയോട് വല്ലാതെ ഇഷ്ടം
ഇഷ്ടമുള്ളവനാണല്ലോ, എന്നിട്ട് എൻ്റെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി വല്ലാത്ത മറുപടിയാണ്. ഉമ്മയുടെ കൈ കഴുകിയിട്ടില്ല എന്നല്ല, ഉമ്മക്ക് ചൊറിച്ചിലുണ്ട് എന്നല്ല, ഉമ്മയുടെ പാത്രം വൃത്തിയുള്ളതാണ് എന്നല്ല, ഉമ്മ കഴിക്കുന്നത് സ്പൂണ് കൊണ്ടല്ല എന്നതൊന്നുമല്ല കാരണം പറഞ്ഞത്. അഖ്ഷാ അൻ തസ്ബിഖ യദി ഇലാ ലുഖ്മതി ഉമ്മി നളറ